Assalamu alaikum, welcome back to my channel. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിക്കുച്ചൻ്റെയും മോക്കോടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ നിക്കുച്ചൻ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നാണ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഞാനും മീമിയും ജസ്റ്റ് ഒരു എന്താ കൊണ്ടോപ്പല്ലോ ചോക്കോ ബാറും പിന്നെ എന്തുവാ മറ്റേ ബൺ റോൾ ഇല്ലേ, ബണ്ണിൻ്റെ റോള്, നമ്മുടെ 15 രൂപയുടെ സംഭവം, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിമ്മി എന്നോട് പറഞ്ഞു വെഡിങ് ആനിവേഴ്സറിയുടെ ചിലവതാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നിക്കുവച്ചനായിട്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് April 6 ആണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇന്ന് April 6 അല്ലേ അതെ ഗൈസ്, ഇന്ന് April 6 ആണ്. അപ്പോൾ ഞങ്ങൾ നാളെ സെലിബ്രേറ്റ്, ഒരു മിനിറ്റ് ഞാൻ ഓക്കെ ഇന്ന് April 6 ആണ്. അപ്പോൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇവരുടെ വെഡിങ് ആനിവേഴ്സറി. ഇന്നലെ ആയിരുന്നു ഇവരുടെ വെഡിങ് ആനിവേഴ്സറി April 5. അപ്പോൾ ഇന്ന് April 6 ആണ്, ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിക്കുച്ച വന്ന സമയത്ത് തന്നെ എനിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അരുൺ ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം അതൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റ ഐസ്ക്രീമിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിക്കുച്ചൻ 2 ചോക്കോബാർ, 2 വെറൈറ്റി ടൈപ്പ് 2 മേടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബൈറ്റ്, ലിച്ചി ഫ്ലേവറിൻ്റെ ബൈറ്റ് 10ൻ്റെ 3 പേർക്ക് ഓരോന്ന് മേടിച്ചു. അതും കൂടാണ്ട് പിന്നെ കോണ്ടോപ്പായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. കോണ്ടോപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഗൈസ്, നമ്മൾ കേക്ക് മുറിച്ചിട്ടില്ല. മിമി 2 ദിവസം കൊണ്ട് കേക്ക് ഉണ്ടാക്കി വെച്ചേക്കുവാണ് കെട്ടിയവരായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കേക്ക് മുറിച്ചിട്ടില്ല. അപ്പോൾ വന്നിട്ട് കേക്കും മുറിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ന്യൂലാൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഫുഡാൻ പോവാണ്. ന്യൂലാൻഡിൽ നമ്മൾ ആദ്യം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാം തീരാറായി. അപ്പോൾ ചെന്ന് നോക്കിയിട്ട് അവിടെ വല്ലതും ഉണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാം, ഇത് നമുക്ക് വേറെ എവിടുന്നെങ്കിലും കഴിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ലെറ്റ്സ് ഗോ. മാളും ഒക്കെ പോയിട്ട് കൊല്ലം കുറേ ഗൈസ്. അങ്ങനെ നമ്മൾ ഓക്കെ ന്യൂലാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹരിപ്പാടത്തെ അത്യാവശ്യം എന്നല്ല നല്ല ഹോട്ടലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലസ് അത്യാവശ്യം ഹൈ ക്ലാസ് പ്ലസ് ഗുഡ് ഫുഡ്, എല്ലാം കൊണ്ടും ഇവിടുത്തെ ബെറ്ററാണ് ന്യൂലാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഏകദേശം 2 വർഷം ആകുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നാട്ടാണ് ഉണ്ടായിരുന്നില്ലല്ലോ, ഉണ്ടോ? ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട്. ആൻഡ് നമ്മൾ 2 പേരെ കണ്ടല്ലേ, 2 പേരും പറഞ്ഞാൽ എന്താ തിരക്ക്. അവർ 2 പേര് ഹസ്ബൻഡ് അവർ കഴിക്കാണ്ട് പോയേക്കുവാണ്. അങ്ങനെ ഏതാണ്ട് 1 അവറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ സീറ്റിലെത്തിയിരിക്കണം. ഭയങ്കര തിരക്കാണ്, ഇവിടെ ഒരു സീറ്റ് പോലും ഒഴിവില്ല. നമ്മൾ 3 പേരെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇപ്പം നമ്മുടെ കൂടെ വന്ന ആരെങ്കിലും ഒരാളുടെ പേര് എഴുതി വെക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സീറ്റ് ഓരോന്ന് ഒഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും ഓരോരുത്തരെ വിളിക്കും. ആദ്യം വന്നവരെ വിളിക്കും. അങ്ങനെ നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്. നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ വരുമ്പോൾ നമുക്ക് കാണാം. ഗൈസ്, തിന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത്. അതെ തന്തൂരി മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. അപ്പോൾ നമ്മൾ തിന്ന് കഴിഞ്ഞിരിക്കുന്നു.
അല്ലേ മീമി? കൈ ഹീറ്റ് ചെയ്യണം. അങ്ങനെ സ്റ്റെപ്പുകൾ താണ്ടി ഞാൻ ഇറങ്ങുകയാണ്. കണ്ടോ, റെഡി ടു ഈറ്റ്. മീമിയൊക്കെ വരുന്നതേ ഉള്ളൂ. സുരക്ഷിതമായ ഭക്ഷണം നമ്മുടെ ആവശ്യം. നോ സ്മോക്കിംഗ്. അപ്പോൾ ഗൈസ്, ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ താഴെ തന്നെ നമുക്ക് ബേക്കറിയും ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പം മീമി എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഈ ബേക്കറി അല്ല ആദ്യം തുടങ്ങിയത് നമ്മുടെ ഹരിപ്പാട് കോടതിയുടെ അവിടെ ആയിട്ടായിരുന്നു ഫസ്റ്റ് ന്യൂലാൻഡ് ബേക്കറി എന്ന് വെച്ചാൽ. ഇതും കോടതിയുടെ അടുത്ത് തന്നെയാണ്. 1 കിലോമീറ്റർ പോയിട്ട് ഐ തിങ്ക് 500 മീറ്റർ ആ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു റെസ്റ്റോറൻറ്റും പഴയ ബേക്കറി. അവിടെ ഒരു ഹോട്ട് ആൻഡ് കൂൾ ഇതുണ്ട്. അവിടെ ഫുള്ള് ജ്യൂസും കാര്യമൊക്കെയാണ്. അതായത് നമ്മൾ ഷാർജ, ഷേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ 3 ഇത് അവൈലബിൾ ആണ്. ബട്ട് ഓരോരുത്തരും ഓരോ സ്ഥലമുണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ബേക്കറിയുടെ സെറ്റിങ്സ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശം ജ്യൂസ് ഫുള്ള്, പിന്നെ നമ്മുടെ പാല്, തൈര്, യോഗട്ട് അങ്ങനെയുള്ള കുറേ സാധനം, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇപ്പം മൗണ്ടൻ ഡ്യൂ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, പിന്നെ ബിസ്ക്കറ്റെല്ലാം ഒരു സെക്ഷൻ, പിന്നെ ചോക്കോ പൈ ഒരു സെക്ഷൻ. ഓരോ ബിസ്ക്കറ്റും ഓരോ തട്ടിലായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്, എല്ലാ കടകളിലും കാണുന്ന പോലെ. പക്ഷേ ഇവിടുത്തെ ഈ ബിസ്ക്കറ്റും അല്ലാതുള്ള സാധനങ്ങളും ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ബേക്കറി സാധനങ്ങളെല്ലാം ഇവർ തന്നെ ഇവരുടെ ബോർമയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അവ നമുക്ക് നല്ലോണം വിശ്വസ്തയോടെ വാങ്ങി കഴിക്കാവുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മൾ കൂടുതലും ഇവിടെ നിന്നാണ് എല്ലാം മേടിക്കുന്നത്. പിന്നെ ഇവിടെ ലോട്ടസ് ഇതുണ്ട്, സീഡുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഐസ്ക്രീം നിക്കൂച്ച ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നത് കൊണ്ട് തന്നെ ഞാൻ അത് വേണമെന്ന് പറഞ്ഞില്ല, കാരണം അത് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പിന്നെ മീമി ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ട. സ്ട്രോബെറി, കിവി അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഇതാണ് ബില്ലിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയൊക്കെ കേക്കും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ന്യൂലാൻഡ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറീൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ് ഗൈസ്. വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ താഴെ ബേക്കറിയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ് ഹരിപ്പാടത്തെ മിൽമ. ഹരിപ്പാടാണ് ഗൈസ് ഇവിടെ കാണുന്നത്, നമ്മുടെ സ്വന്തം തെരുവ് നായ്ക്കൾ. അതുപോലെ തന്നെ ഇതാണ് ബിഗ് ബസാർ. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 9 o'clock ആകുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല. ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴാണ് ന്യൂലാൻഡിൻ്റെ പാർക്കിംഗ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യമുണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വെയിറ്റ് ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റുമല്ലോ വണ്ടി. അടച്ചോ guys, now we are going to home guys. അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. മീമിയാണെന്ന് ഡ്രൈവ് ചെയ്യുന്നത്, ബിക്കോസ് നിക്കോച്ചൻ ഈസ് സോ ടയർഡ്. അതുകൊണ്ട് മീമിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം. അങ്ങനെ വീട്ടിലെത്തി. ആൻഡ് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ കേക്ക് മുറിക്കൽ. തട്ടിക്കൂട്ട് പ്രിപ്പറേഷൻ അല്ലേ മിമി? ആ ഒരു ലാസ്റ്റ് മിനിറ്റ് മിമി പ്രിപ്പയർ ഇപ്പോൾ സമയം 9:45 സമയം
ഞങ്ങളുടെ കുരിപ്പൻ ഇട്ടേക്കുന്നത്, ഞങ്ങളുടെ നിക്കുച്ചൻ ഇട്ടേക്കുന്നത് മീമി കൊടുത്തേക്കുന്ന ഗിഫ്റ്റാണ്. അങ്ങനെ മിമ്മി ഷോള് കുറച്ച് കയറ്റിട്ടെ. ഓക്കെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഗൈസ് ഫുൾ റെഡ് വെൽവെറ്റ് കേക്കാണ്, കണ്ടോ? ഹാപ്പി വെഡിങ്, കണ്ടോ? നല്ല കെട്ടിയവൻ. ഗൈസ് ഇങ്ങനെയുള്ള കെട്ടിയവന്മാരെയൊക്കെ കിട്ടാൻ ഞങ്ങൾ ഭാഗ്യം ചെയ്യണം. ഭാഗ്യം ഒക്കെ ഉണ്ട്. ഒരു ദിവസത്തെ ഗ്യാപ്പ് കേക്കിന് വന്നതുകൊണ്ട് അടിപൊളി, അസൽ ഉഗ്രൻ സാധനം, ഒന്നും പറയല്ല, സൂപ്പർ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെഡിങ് ആനിവേഴ്സറി ചെറുതായിട്ടാണെങ്കിൽ ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷവും താണ്ടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലുള്ള ലൈഫ് ഇനിയും പഠിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന എല്ലാവർക്കും ടാറ്റാ.